ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ 6ാമത്തെ യൂണിറ്റിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും ഇതിൽ എന്തൊക്കെയായിരുന്നു ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ ഓരോ ഘട്ടങ്ങൾ പറഞ്ഞു, അവിടുത്തെ റൂളിംഗ് സിസ്റ്റം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു, അവിടുത്തെ എക്കോണമി എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു, സയൻസ് ആൻഡ് ടെക്നോളജി എങ്ങനെയായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു പോയി. ഇനി അതിൻ്റെ ഒരു ലാസ്റ്റ് ഭാഗമാണ് ഈജിപ്ഷ്യൻ ആർട്ട് എന്ന് പറയുന്നത്. ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൻ്റെ കുറേ കാര്യങ്ങളൊന്നും പറഞ്ഞു. ഇനി ഇതിൻ്റെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൻ്റെ കുറച്ചും കൂടെ ഭാഗം നമുക്ക് കവർ ചെയ്യാണ്ട്. അപ്പോൾ അതാണ് നമുക്കിനി പ്രധാനമായിട്ടും നോക്കാനുള്ളത്. ഇനി എന്തൊക്കെയാണ് ഈജിപ്ഷ്യൻ ആർട്ടിൽ പ്രധാനമായിട്ടും വരുന്നത്? പെയിൻറ്റിങ്സ് ഉണ്ട്, സ്കൾപ്ചേഴ്സ് ഉണ്ട്, ആർക്കിടെക്ട്സ് ഉണ്ട്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതായത് 5000 BCE മുതൽക്ക് 300 BCE വരെയുള്ള കാലഘട്ടത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള ആർട്ട്, ആർക്കിടെക്ചർ, സ്കൾപ്ചർ വർക്കുകളാണ് നമുക്കിതിലൂടെ ഡിസ്കസ് ചെയ്ത് പോകാനുള്ളത്. ഇനി ആൻഷ്യൻ്റ് സിവിലൈസേഷൻ, ആൻഷ്യൻ്റ് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ ആർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിൽ ഒന്നാമതായിട്ട് പറയുന്നത് 2 ഡയമെൻഷണൽ ആസ് വെൽ ആസ് 3 ഡയമെൻഷണൽ ആയിട്ടുള്ള 2D 3D ആസ്പെക്റ്റിലുള്ള വർക്കുകളാണ് അവരധികം ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇനി ആ കാലഘട്ടത്തിലുള്ള ഈജിപ്തിൻ്റെ ആർട്ട് വർക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ സോഷ്യലായിട്ട് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, സോഷ്യോ പൊളിറ്റിക്കൽ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തെയും അവിടുത്തെ ആർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാമൂഹ്യ ജീവിതമായിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിരിക്കണമായിരിക്കും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പലപ്പോഴും എവിഡൻസസ് ആയിട്ട് ആ ഒരു സിവിലൈസേഷനെ കുറിച്ചുള്ള പ്രധാനമായിട്ടുള്ള എവിഡൻസ് ആയിട്ട് ലഭിച്ചിട്ടുള്ള അവിടുത്തെ ഈ ആർട്ട് വർക്കുകൾ തന്നെയാണ്. അപ്പോൾ പൊളിറ്റിക്കൽ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഇനി അവിടുന്ന് ലഭിച്ചിട്ടുള്ള ആർട്ട് വർക്ക്സുകൾ അഥവാ സ്കൾപ്ചേഴ്സ് ഒക്കെ പ്രധാനമായിട്ടും മരങ്ങൾ കൊണ്ടും മെറ്റൽ, സ്റ്റോണ് ഇതെല്ലാം കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടുത്തെ സ്കൾപ്ചേഴ്സ് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി ഈ സ്കൾപ്ചേഴ്സിൻ്റെ കൂടെ തന്നെ മറ്റ് സംഭവങ്ങൾ ഇതൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പല സ്കൾപ്ചേഴ്സ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ ഫോംസും ടോംബുകൾ നിർമ്മിക്കാൻ, ശവകല്ലറകൾ നിർമ്മിക്കാനാണ് അവിടെ കൂടുതലായിട്ടും ഉപയോഗിച്ചതായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ അവിടുത്തെ ആരാധനാലയങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ വർക്ക്സ് നടന്നിട്ടുണ്ട്. ടെമ്പിൾ കൺസ്ട്രക്ഷൻ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ടെമ്പിൾസിന് വേണ്ടിയിട്ടും ഒരുപാട് അതൊക്കെ ഒരു ആർട്ട് വർക്കായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇനി ഈ ഡിവൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് 2 രീതിയിൽ അവിടുത്തെ ആർട്ട് വർക്ക് പോകുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊതു ഇടമായിട്ട് ഡെയിലി റിച്വൽസിന് വേണ്ടിയിട്ട് ഒരു പൊതു ഇടത്ത് ഇങ്ങനെ ഐഡൽ വർഷിപ്പ് പോലത്തെ സംഭവം ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ നടത്തുന്ന ഒരു സ്ഥലം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പൊതു ഇടം ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ ഫാമിലിയുടെ ഉള്ളിൽ ഈ റിച്വൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ചാപ്പൽ പോലത്തെ ഫാമിലിയുടെ ഉള്ളിൽ തന്നെ ഒരു ആരാധനാലയം അവർ നിർമ്മിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ പുറത്തൊരു പൊതുവിടും നമ്മുടെ വീട്ടിലൊക്കെ ഒരു സ്ഥലം പൂജാ റൂം പോലെയൊക്കെയുള്ള ഒരു റൂം, ഒരു ചാപ്പലും വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് രണ്ടിനും അതിൻ്റെതായ കൺസ്ട്രക്ഷനും ഡിഫറൻസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ അവരുടെ ആഫ്റ്റർ ലൈഫ്, ഡെത്ത് ആഫ്റ്റർ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ജ്വല്ലറിയാണ് അടുത്തതായിട്ട്. ഈ ജ്വല്ലറി മേക്കിംഗ് എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട കൾച്ചർ തന്നെയായിരുന്നു. വിവിധ മെറ്റൽസ് കൊണ്ട്, ഗോൾഡ് കൊണ്ടൊക്കെ ജ്വല്ലറി മേക്കിംഗ് എന്നുള്ളത് അവരൊരു ആർട്ട് വർക്കായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മെറ്റൽ കൊണ്ടുള്ള മറ്റ് വർക്ക്സ്, മെറ്റൽ അതുപോലെ കോപ്പർ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് വർക്ക്സും ലാപ്പിസ് ലസൂരി കൊണ്ടുള്ള വർക്ക്സും ഒക്കെ ആ കാലഘട്ടത്തിലൊരു പ്രത്യേകതയായിരുന്നു. ദെൻ അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈജിപ്ഷ്യനിൽ ഇത്രയും ജ്വല്ലറീസിൻ്റെ ഒപ്പം തന്നെ വാറിന്, യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ, സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനും അവർ ഇവരുടെ ആർട്ട് വർക്കുകൾ ഉപയോഗിച്ചിരുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയുമ്പോൾ അവരുടെ ഒരു എഴുത്തിൻ്റെ തന്നെ അതൊരു ആർട്ടായിരുന്നു. ഹൈറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ റൈറ്റിംഗ് സ്റ്റൈല്, ആ റൈറ്റിംഗ് സ്റ്റൈൽ ഹൈറോഗ്ലിഫിക്സ് ഇറ്റ്സെൽഫ് എന്താണ് ഒരു ആർട്ട് വർക്കായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അവർ ഏൻഷ്യൻ്റ് ഈജിപ്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, ആർട്ടിനോട് ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. ഇനി അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആർക്കിടെക്റ്റ് ആയിരുന്നു ഇംഹോട്ടപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ പറ്റിയിട്ട്. ഇംഹോട്ടപ്പ് എന്ന് പറഞ്ഞ ആർക്കിടെക്റ്റ് സ്റ്റെപ്പ് പിരമിഡ് നിർമ്മിക്കുന്നത് ഇദ്ദേഹമായിരുന്നു. 2660 BCE മുതൽക്ക് 2590 BCE കാലഘട്ടത്തിൽ സ്റ്റെപ്പ് പിരമിഡ് നിർമ്മിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർക്കിടെക്റ്റാണ് ഇംഹോട്ടപ്പ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇതായിരുന്നു അവിടുത്തെ അവരുടെ ക്രാഫ്റ്റ് വർക്കിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഈജിപ്ഷ്യൻ്റെ ആർട്ട് വർക്കിൽ ദൈവങ്ങൾ, ദേവതകൾ, ഗോഡ് ആൻഡ് ഗോഡസസ് രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടുള്ള ഒരുപാട് സ്കൾപ്ചേഴ്സ്, ബിൽഡിങ്സ് ഒക്കെ കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഫറവോമാർ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ടാണ് പിരമിഡുകൾ തന്നെ അവർ നിർമ്മിച്ചു തുടങ്ങിയത്. അപ്പോൾ ഫറവോമാരെ
ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കുകളും അത്തരത്തിലുള്ള ആർട്ട് വർക്കുകളും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ആർട്ട് വർക്കിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിവിലൈസേഷനിൽ വന്നിട്ടുള്ള വർക്കുകൾ എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഒരു ഹ്യൂമൻ ബോഡീനെ അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വർക്കുകളാണ് കൂടുതലുണ്ടാവും. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഈ ചിത്രം നോക്കാം. ഈ ചിത്രം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? ആ ഒരു ഫിഗറാണ്. അതിൽ കണ്ണ്, മൂക്ക്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സുകളും മനുഷ്യൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സുകളൊക്കെ എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള ഒരു വർക്കാണ് കാണുന്നത്. ഇത് ശരിക്കും റേ ഗോഡ്, സൺ ഗോഡിൻ്റെ ഒരു പിക്ചർ ഇതാണ്. പക്ഷെ അതിലെന്താണ് ഇത്തരത്തിൽ മനുഷ്യന്മാരെ കൃത്യമായിട്ട് കാണുന്ന രീതിയിലുള്ള വർക്കുകളാണ് അവർ കൂടുതലായിട്ടും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാണ് അവരുടെ ആർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഐ, ഷോൾഡർ, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും അവർക്ക് എടുത്തു കാണിക്കുന്നുണ്ട്. ഇനി ഈ ആർട്ട് വർക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പെയിൻറ്റിങ്സ് ഉപയോഗിക്കുമായിരിക്കും. കളർ പെയിൻറ്റിങ്സ് അവർ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. 6 കളേഴ്സാണ് അവർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് 6 കളേഴ്സ്? കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന 6 കളേഴ്സ് തന്നെയാണ്. അത് റെഡ്, ഗ്രീന്, ബ്ലൂ, യെല്ലോ, വൈറ്റ്, ബ്ലാക്ക്. ഈ 6 കളേഴ്സ് അവർ അവരുടെ വർക്കിലൊക്കെ ഉപയോഗിച്ചായിട്ട് കാണാം. പക്ഷെ ഓരോ കളറിനും ഓരോ ഇൻഡിക്കേഷൻസ് ഉണ്ട്, ഓരോ ലക്ഷ്യങ്ങളുണ്ട് ഓരോ കളർ ഉപയോഗിക്കുന്നതിന്. റെഡ് എന്ന് പറഞ്ഞാൽ മെയിൻലി കളർ ഓഫ് പവർ ആണ്. അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചിഹ്നമാണ് റെഡായിട്ട് അവർ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ വിക്ടറി, ജീവിതം, ദേഷ്യം, അതുപോലെ തന്നെ ഫയർ, ഇതൊക്കെ സിംബലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന കളർ റെഡ് തന്നെയാണ്. അടുത്തത് ഗ്രീൻ ആണ്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെർട്ടിലിറ്റിയുടെ സിംബലായിട്ടാണ് ഗ്രീൻ അധികം ഉപയോഗിക്കുക. ഗ്രോത്ത്, പുതിയ ജീവൻ, ഫെർട്ടിലിറ്റി, ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ എന്ന് പറയുന്ന കളർ അവർ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇനി ബ്ലൂ എന്തിനു വേണ്ടിയിട്ടാണ്? റീബർത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലൂ എന്ന കളർ ഉപയോഗിക്കുന്നത്. അടുത്തൊരു യെല്ലോ എന്ന് പറഞ്ഞ കളർ. യെല്ലോ പ്രധാനമായിട്ടും സൺ ഗോഡിൻ്റെ കളറാണ്. സൂര്യനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കളറാണ് യെല്ലോ ആയിട്ട് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഗോൾഡ്, സ്വർണത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടും യെല്ലോ എന്ന് പറയുന്ന കളർ അവർ ഉപയോഗിക്കുന്നുണ്ട്. സൺ ഗോൾഡിൽ തന്നെ റാ എന്ന് പറഞ്ഞ സൺ ഗോൾഡിൻ്റെ പല വേർഷൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നതിൽ റാ എന്ന് പറയുന്ന വേർഷനെ കാണിക്കാനാണ് ഈ യെല്ലോ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ബ്ലാക്ക് എന്ന് പറയുന്നത് കളർ ഓഫ് ഡെത്ത് ആണ്. ബ്ലാക്ക് കളർ ഓഫ് ഡെത്ത് ആണ്. വൈറ്റ് കളർ ഓഫ് പ്യൂരിറ്റി ആണ്. അപ്പോൾ ഇത്രയാണ് 6 കളേഴ്സിൻ്റെയും 6 സിഗ്നിഫിക്കൻസ്, 6 ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ആ രീതിയിലാണ് അവർ അത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അവിടെ നമ്മളൊരു സ്കൾപ്ചർ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒരു സ്കൾപ്ചർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫുള്ള് വൈറ്റ് വാഷ് ചെയ്യുന്നു. ഒരു പെയിൻറ് ആദ്യം അവർ വൈറ്റ് വാഷ് ചെയ്തിട്ടാണ് അവിടെ അവരുടെ ബാക്കി കൊത്തുപണികൾ തുടങ്ങുന്നത്. അപ്പോൾ ഏതൊരു സ്റ്റോൺ സർഫസിൻ്റെ മീത് അവരൊരു സാധനം പണിയുന്നുണ്ടെങ്കിൽ ആദ്യം അത് വൈറ്റ് വാഷ് ചെയ്യുക എന്നുള്ളത് ആ ഒരു ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ ആർട്ട് വർക്കിലെ കോമൺ ഫീച്ചറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് അവരൊരു കോമൺ ഫീച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സ്കൾപ്ചറിനെ പറ്റിയിട്ടാണ്. അവരുടെ സ്കൾപ്ചർ അധികം നൈൽ വാലിയോട് ചേർന്ന് നിന്നിട്ടാണ് അവരുടെ പല സ്കൾപ്ചേഴ്സും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലൈം സ്റ്റോൺ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ ഡെസേർട്ട് ക്ലിപ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ സ്കൾപ്ചേഴ്സ് അധികം നിർമ്മിച്ചിട്ടുള്ളത്. അവരതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ക്വാർട്സൈറ്റ്സ്, ഡയോറൈറ്റ്, ഗ്രാനൈറ്റ്, പിന്നെ ഹാർഡ് സ്റ്റോൺസ് തുടങ്ങിയവയൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള സ്കൾപ്ചേഴ്സ് അവർ നിർമ്മിക്കുന്നുണ്ട്. മോണുമെൻ്റൽ സ്കൾപ്ചേഴ്സ് കൊണ്ടും ചെറിയ സ്മോളർ സ്കൾപ്ചേഴ്സും അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം മിക്ക ഫിഗേഴ്സും അവർ ഈ ലൈം സ്റ്റോൺ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അധികം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലധികം സ്റ്റാച്യൂസും അവർ പെയിൻറ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റഡ് അല്ലാത്ത സ്റ്റാച്യൂസ് വളരെ കുറവായിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ കളർ ഓരോന്നും സിംബലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കളേഴ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ സിംബോളിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് അവിടുത്തെ എല്ലാ സ്കൾപ്ചേഴ്സ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ മരങ്ങൾ കൊണ്ട് അവർ ഒരുപാട് സ്കൾപ്ചർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മരങ്ങൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ കല്ല് ഉപയോഗിക്കുക, അതൊക്കെ അവരുടെ ഇടയിൽ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ സ്കൾപ്ചേഴ്സിൽ ഈ രീതിയിൽ അവർ ചെയ്തിരുന്നു. അടുത്തത് പറഞ്ഞാൽ പോട്രിയാണ്. പോട്രിയെ കുറിച്ച് നമ്മൾ നേരത്തെ പ്രീ ഡൈനാസ്റ്റി ഒക്കെ പറഞ്ഞ സമയത്ത് ഓൾഡ് കിങ്ഡത്തിന് മുമ്പൊരു കാലഘട്ടത്തിൽ 3100 BC വരെയുള്ള കാലഘട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോട്രി, ഈജിപ്ഷ്യൻ പോട്രിയിൽ ആദ്യം സാധാരണ പോട്രി ഉണ്ടായിരുന്നു, ക്ലേ പോട്രി ഉണ്ടായിരുന്നു, ദെൻ എന്താ പറയുക കൊത്തുപണികളുള്ള ചിത്രപ്പണികളുള്ള ബേർഡ്സിൻ്റെ, ആനിമൽസിൻ്റെ, അങ്ങനെയൊക്കെ ഒരുപാട് ചിത്രപ്പണികളുള്ള പോട്രീസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ 4000 BC മുതൽക്ക് തന്നെ ഇവർ പോട്രി മേക്കിങ്ങിന് പ്രാധാന്യം നൽകിയിരുന്നു. ക്ലേ പോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്തിരുന്നു. ഇനി ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന മണ്ണ് 2 ടൈപ്പായിട്ട് പറയുന്നുണ്ട്. നൈൽ ക്ലേയും ഉണ്ട്, മാൽ ക്ലേയും ഉണ്ട്. നൈൽ നദിയുടെ തീരത്ത് കിട്ടുന്ന മണ്ണിനെ നൈൽ ക്ലേ എന്നാണ് പറയുന്നത്. മറ്റത് മാൽ ക്ലേ, MARL, മാൽ ക്ലേ എന്ന് പറയുന്നു. അതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഡെസേർട്ടിൽ നിന്ന് കിട്ടുന്ന മണ്ണിനെയാണ് മാൽ ക്ലേ എന്ന് പറയുന്നത്. ഈ നൈൽ ക്ലേയുടെ പ്രത്യേകത എന്താണ്? അതിൽ കൂടുതലും സിലിക്കണും അയൺ ഓക്സൈഡും ഉണ്ടായിരിക്കും. നൈൽ ക്ലേയിൽ അധികവും
സിലിക്കണും അയൺ ഓക്സൈഡും ഉണ്ടായിരിക്കും. അതേസമയം മാൽക്ലേയിൽ എന്താണ്, വൈറ്റ് അല്ലെങ്കിൽ യെല്ലോയിഷ് കളർ നൽകുന്നത് ലൈംസ്റ്റോൺ കണ്ടന്റ് ഉള്ളതായിരിക്കും മാൽക്ലേ എന്ന് പറയുന്നത്. മാൽക്ലേ MARL എന്നാണ് സ്പെല്ലിങ്. മാൽക്ലേ അതിൽ ലൈംസ്റ്റോണും ഉണ്ട്, അതേപോലെ തന്നെ യെല്ലോ കളർ നൽകാൻ വേണ്ടിയിട്ടാണ് അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് അവരധികം പോട്രി മേക്കിംഗ്, ഈ 2 ക്ലേസ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ പോട്രി മേക്കിംഗ് നടത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് എന്താ ഉള്ളത്, ജ്വല്ലറിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ജ്വല്ലറിക്ക് നല്ല ഇമ്പോർട്ടൻസ് ഇവർ കൊടുത്തിരുന്നു. ജ്വല്ലറി മേക്കിംഗ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു പറഞ്ഞു. അപ്പോൾ ഈ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ കുട്ടികൾ മുതൽക്ക് വളരെ പ്രായം ചെന്ന ആൾക്കാർ മുതൽ വരെ അവരെല്ലാവരും ജ്വല്ലറി നിർബന്ധമായിട്ടും ഇട്ടിരുന്നു. ജ്വല്ലറി ഇടുക എന്നുള്ളത് അവരുടെ കൾച്ചറിൻ്റെ തന്നെ ഭാഗമായിരുന്നു. അണിഞ്ഞൊരുങ്ങി നടക്കുക എന്നുള്ളത് അവരുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. അതും അവരെന്താ റിലീജിയസ് ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നടക്കുന്നത്. കാരണം മറ്റ് ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഈ ജ്വല്ലറി അണിയണം എന്നാണ് അവരുടെ വിശ്വാസം. ഇപ്പോൾ ജ്വല്ലറി അണിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് ഈവൽ സ്പിരിറ്റ്സ് ഒന്നും ദുഷ്ടശക്തികളൊന്നും അവരെ അടുത്തേക്ക് വരില്ല എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അത് വളരെ കോമൺ ആയിട്ടുള്ള വിശ്വാസം. ഇപ്പോഴും നമ്മൾക്കിടയിൽ ഇപ്പോഴും ആ ഒരു വിശ്വാസമുള്ളതായിട്ട് നമുക്ക് കാണാം. ഈ കുഞ്ഞു കുട്ടികളെ കാത് കുത്തുന്നതൊക്കെ അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്. എന്നുവെച്ചാൽ അവരാണ് ഇനി വേറൊരു ഈവൽ സ്പിരിറ്റും വന്ന് കടന്നുകൂടില്ല, അവരതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടിയാണ് കുഞ്ഞുമക്കൾക്ക് കാത് കുത്തി കൊടുക്കുന്നതൊക്കെ. അപ്പൊ ഇതൊക്കെ വിശ്വാസങ്ങളൊക്കെ ഇത്തരത്തിലും ഒരുപാട് പ്രാചീന കാലഘട്ടം മുതൽക്ക് തന്നെ അവർ കൊണ്ടുവരുന്നതാണ്. ചില ആൾക്കാർ അത് ഇപ്പോഴും ഫോളോ ചെയ്യുന്നു. നമ്മുടെയൊക്കെ സൊസൈറ്റിയിൽ അത് ഇപ്പോഴും ഫോളോ ചെയ്യുന്നു. ഓർണമെന്റ്സിനൊക്കെ അങ്ങനത്തെ ഒരു പ്രാധാന്യം ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. ഇതേ പ്രാധാന്യം തന്നെയാണ് അന്ന് ഈജിപ്ഷ്യൻ സമൂഹവും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം വളരെ പ്രാചീനമായിട്ടുള്ളൊരു രീതികളൊക്കെയാണ് നമ്മളിപ്പോഴും ഫോളോ ചെയ്തു പോകണം, നമ്മൾ ഓർക്കണം. അപ്പോൾ ജ്വല്ലറി അണിയുക, ഓർണമെന്റ്സ് അണിയുക, അതൊക്കെ ആ രീതിയിലാണ്. എന്തുകൊണ്ടൊക്കെയാണ് ജ്വല്ലറി ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്? ഗോൾഡ് ഉപയോഗിക്കും, കോപ്പർ ഉപയോഗിക്കും. ഗോൾഡും കോപ്പറാണ് പ്രധാനമായിട്ടും ഈ ജ്വല്ലറീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ജ്വല്ലറി എന്ന് പറയുന്നത് എ പാർട്ട് ഓഫ് കൾച്ചറാണ്. അത് അവർക്ക് നന്മ വരുത്തുന്ന ഒരു ഒരു സംഭവമായിട്ട് അല്ലെങ്കിൽ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ മ്യൂസിക് ആണ്. മ്യൂസിക് ആൻഡ് ഡാൻസ് ഈജിപ്ഷ്യൻ സമൂഹത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ്. മ്യൂസിക് ആൻഡ് ഡാൻസ്. നമ്മൾ ഓപ്പറ്റ് എന്ന് പറഞ്ഞ ഫെസ്റ്റിവലിനെ കുറിച്ചൊക്കെ പഠിച്ചില്ല? എന്തായിരുന്നു ഓപ്പറ്റ് ഫെസ്റ്റിവൽ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓപ്പറ്റ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ പ്രായഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു ഉത്സവമാണ് അവർ ഓപ്പറ്റ് ഫെസ്റ്റിവൽ. അപ്പോൾ മ്യൂസിക് ഡാൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവർ ഈജിപ്ഷ്യൻ സമൂഹത്തിനെ കുറിച്ച് സോഷ്യൽ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യാനുള്ളതായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ ലൈഫ് എന്ന് വെച്ചാൽ എൻജോയിങ് ലൈഫ് എന്നവർക്ക് അത്ര ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ട് തന്നെ മ്യൂസിക് എൻജോയ് ചെയ്യുക, ഡാൻസ് എൻജോയ് ചെയ്യുക എന്നുള്ളത് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. എൻ്റർടൈൻമെൻറ്റ്സിനെ അവർ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും അവർ അതുകൊണ്ട് തന്നെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ സമൂഹത്തിൽ ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അവർ ഉപയോഗിച്ചിരുന്നു. അന്നത്തെ ഒരുപാട് കോമൺ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് കനാര എന്ന് പറയുന്നത്. അതൊരു വുഡൻ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഈ സ്ട്രിങ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു നീളത്തിൽ കുറേ സ്ട്രിങ് ഒക്കെ ഉപയോഗിച്ചിട്ട് വായിച്ചിരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് കനാര എന്ന് പറയുന്നത്. മരം കൊണ്ടുണ്ടാക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിനൊരു 5 സ്ട്രിങ്സ് ഉണ്ടായിരിക്കും. പിന്നെ ആ സ്ട്രിങ്സ് ഒരു 5 to 13 വരെ അതിന് സ്ട്രിങ്സ് ഉണ്ടായിരിക്കും. അത് അങ്ങനത്തെ ഒരു രീതിയിലാണ് ആ ഒരു ആ ഉപകരണം ഉള്ളത്. അത് അവരുടെ സ്ഥിരമായിരുന്നു. അവർക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉപകരണമായിട്ടാണ് പറയുന്നത്. ഇനി അതിന് പുറമേയുള്ള മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് തമ്പുരു എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇപ്പോഴത്തെ പോലത്തെ ചെണ്ട പോലൊക്കെ തന്നെയുള്ളൊരു വുഡൻ ബോക്സ്, അതിൻ്റെ മീതെ കൊട്ട്, അതാണ് തമ്പുര എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ റഹാബ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അതും റഹാബ എന്ന് പറയുന്നതും മറ്റേത് പറഞ്ഞ പോലെ തന്നെ സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റ് ആണ്. കുറേ സ്ട്രിങ്ങുകൾ വെച്ചിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് റഹാബ. ഈ റഹാബ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാനിൻ്റെ തൊലിയാണ് അവർ ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് നെയ് എന്ന് പറയുന്നത്. വളരെ പഴയ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് അവരുടെ NAY നെയ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ്. പിന്നെ ഒരു വാട്ടർ ഓർഗാൻ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് അവർ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നു. ഇനി ഡാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ടെമ്പിൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ ഡാൻസിനെല്ലാം പ്രോത്സാഹിപ്പിച്ചിരുന്നു. വിമൻ ഡാൻസേഴ്സ് എല്ലാം ഉണ്ടായിരുന്നതായിട്ട് പറഞ്ഞു. അപ്പോൾ ഡാൻസും മ്യൂസിക്കിനെ പോലെ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട്, ലൈഫ് എൻജോയ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കൊണ്ടുപോയിരുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽ ഡാൻസേഴ്സ്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം ഉണ്ടായിരുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ ഡാൻസേഴ്സ് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇവരുടെ ഡാൻസിനെ തന്നെ ഒരുപാടായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഏൻഷ്യൻ്റ് ഈജിപ്തിലെ ഡാൻസിന് ഒരുപാട് തരംതിരിവുകളുണ്ട്. റിതമിക് ഡാൻസ്, ഒന്നാമത്തെ റിതമിക് ഡാൻസ് ഉണ്ട്. പിന്നെ സ്പോർട്സ് ഡാൻസ് ഉണ്ട്. പിന്നെ അക്രോബാറ്റിക് ഡാൻസ് ഉണ്ട്. മാർഷ്യൽ ഡാൻസ് ഉണ്ട്. സിമുലേഷൻ ഡാൻസ് ഉണ്ട്. റിലീജിയസ് ഡാൻസ് ഉണ്ട്. ഫ്യൂണറൽ ഡാൻസ് ഉണ്ട്. വാർ ഡാൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? റിതമിക് ഡാൻസ്, സ്പോർട്സ് ഡാൻസ്, അക്രോബാറ്റിക് ഡാൻസ്, മാർഷ്യൽ ഡാൻസ്, സിമുലേഷൻ ഡാൻസ്, റിലീജിയസ് ഡാൻസ്, ഫ്യൂണറൽ ഡാൻസ്, വാർ ഡാൻസ്. അതിൽ നിന്ന് ഈ പേരുകളിൽ നിന്ന് തന്നെ നമുക്കറിയാം
ഒരു ജനനം മുതൽക്ക് മരണം വരെയുള്ള എല്ലാ കാര്യത്തിനും അവർക്കൊരു ഡാൻസുമായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്നുണ്ട്. അവരുടെ കായിക ഇനവുമായി ബന്ധപ്പെട്ട് കായികത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവർക്കൊരു ഡാൻസ് ഉണ്ട്. വെറുതെ അല്ലാതെ തന്നെ ജീവിതം ആസ്വദിക്കാനുള്ള ഡാൻസ് ഉണ്ട്. പിന്നെ യുദ്ധത്തിന് വേണ്ടിയിട്ട് റിലീജിയന്റെ ഭാഗമായിട്ടുള്ള ഡാൻസ് ഉണ്ട്. ഡെത്ത് സെറിമണിയുടെ സമയത്തൊരു ഡാൻസ് ഉണ്ട്. യുദ്ധത്തിന് വേറൊരു ഡാൻസ് ഉണ്ട്. യുദ്ധ ആയോധനകലകൾ പരിശീലിപ്പിക്കുന്നതിന് ഒരു ഡാൻസ് രീതിയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അവരൊരു ഡാൻസിനായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ആൻഷ്യന്റ് ഈജിപ്തിലെ പ്രധാനപ്പെട്ട ഡാൻസ് ഫോർമാറ്റുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ ആർക്കിടെക്ചറിനെ കുറിച്ച് പറയുകയാണ്, ഈജിപ്ഷ്യൻ ആർക്കിടെക്ചറിനെ കുറിച്ച് പറയുകയാണ്. നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ ചാപ്റ്ററിലൊക്കെ പറഞ്ഞു പോയ കാര്യമാണ്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയേണ്ട കാര്യമില്ല. അവരുടെ ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? പിരമിഡ് തന്നെയായിരുന്നു. പിരമിഡ് കൺസ്ട്രക്ഷനും ടെമ്പിൾ കൺസ്ട്രക്ഷനും തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആർക്കിടെക്ചറൽ രീതികൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആർക്കിടെക്റ്റിൽ ഫറവോകളുടെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് പറയാതെ പറ്റില്ല. ഫറവോസ് എന്ന് പറഞ്ഞാൽ അവരുടെ വെൽത്തും അവരുടെ പ്രോസ്പിരിറ്റിയും കാണിക്കാനാണ് ഈ പിരമിഡ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫറോവിൽ നിന്ന് മറ്റൊരു ഫറോ വ്യത്യസ്തനാകുന്ന എത്ര ഉയരത്തിൽ പിരമിഡ് കെട്ടുന്നു വെച്ചാൽ അവർ സ്ട്രെങ്ത്തും പവറുമാണ് അതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ പിരമിഡ് കൺസ്ട്രക്ഷൻ അഥവാ ഈജിപ്തിന്റെ ഈ ആർക്കിടെക്റ്റ് എന്ന് പറയുന്ന മേഖലയ്ക്ക് ഫറവോയുടെ സ്റ്റാറ്റസുമായിട്ട് ഒരുപാട് റിലേഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ഫറവോകളും അവരുടെ ഒരു പ്രോസ്പെരിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ആർക്കിടെക്റ്റിനെ ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിന് വേണ്ടിയിട്ട് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ആർക്കിടെക്ചർ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അവർ സൺബേക്ക്ഡ് മഡ് ബ്രിക്കും സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കുന്ന ലൈം സ്റ്റോൺ ഉണ്ടാക്കുന്ന സ്റ്റോണുകളും ഉപയോഗിച്ചിരുന്നു. അപ്പോൾ സ്റ്റോണ്, ലൈം സ്റ്റോണ്, അതുപോലെ തന്നെ സൂര്യൻ്റെ ചൂട് നേരിട്ടെടുക്കുന്ന അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന മൺകട്ടകൾ, മഡ് ബ്രിക്ക്, ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കൺസ്ട്രക്ഷൻ പ്രധാനമായിട്ടും നിർമ്മിച്ചിട്ടുള്ളത്. ടോംസും ടെമ്പിൾസും, ശവക്കല്ലറുകളും ടെമ്പിൾസുമാണ് അവരുടെ പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻ. പിന്നെ അതിന് പുറമെ റോയൽ പാലസസ് ഉണ്ടായിരിക്കാം, കോട്ടകൾ ഉണ്ടായിരിക്കാം, ടെമ്പിളിൻ്റെ ഭിത്തികൾ, അങ്ങനത്തെ ഒരുപാട് കൺസ്ട്രക്ഷൻസും അതിൻ്റെ ഭാഗമായിട്ട് വന്നു പോകുന്നുണ്ട്. പിന്നെ ഈ കൺസ്ട്രക്ഷൻസ് നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എസ്ട്രോണമീനെ അവർ വല്ലാതെ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പം എസ്ട്രോണമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് മാത്രമേ അവർ ഈ ഒരു കൺസ്ട്രക്ഷനിലേക്ക് കടക്കുള്ളൂ. അപ്പോൾ കൺസ്ട്രക്ഷന് എസ്ട്രോണമിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീച്ചറാണ് അവർ എസ്ട്രോണമിയും അതിനോട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം നോക്കുമെന്നുള്ളത്. നമ്മൾ ഓരോ ഗിസ പിരമിഡ് ഉണ്ടായ കാലഘട്ടം, സ്റ്റെപ്പ് പിരമിഡ് ഉണ്ടായ കാലഘട്ടം, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയും ഈ ആർക്കിടെക്റ്റിൻ്റെ ഭാഗത്തിൽ നമുക്ക് പിന്നെയും ഒന്നുകൂടെ പഠിക്കാവുന്നതാണ്, ഒന്നുകൂടെ ആലോചിച്ചെടുക്കാവുന്നതാണ്. അതൊക്കെ ഇതിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി പിരമിഡ്സിനെ കുറിച്ച് പറഞ്ഞു. പിരമിഡ്സ് ഓരോ കാലഘട്ടത്തിലും സ്ട്രക്ചറൽ ഡിഫറൻസസ് ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇവർ ഈ മൺകട്ടകൾ വെക്കുന്നതിനൊക്കെ പ്രത്യേകതകളുണ്ടായിരുന്നു. അതായത് നീളം പരപ്പ് കൂടിയത് ഏറ്റവും അടിയിൽ വെക്കും, കട്ടി കുറഞ്ഞ മൺകട്ട മഡ് ബ്രിക്ക് ഏറ്റവും മുകളിൽ വെക്കും. അങ്ങനെ അവർ ആ ഒരു ജോമെട്രി, ആ ഒരു പിരമിഡൽ ഷേപ്പ് കൃത്യമായി നിലനിർത്താനും ആ പിരമിഡ് സ്ട്രക്ചർ വീഴാതെ ഒന്നും പറ്റാതെ നിലനിർത്താനൊക്കെ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്ന മൺകട്ടകൾക്ക് ഓരോ സ്റ്റെപ്പ് കഴിയും തോറും, ഈ പിരമിഡിൻ്റെ ഓരോ സ്ട്രക്ചർ കഴിയും തോറും അവർ അതിൻ്റെ മൺകട്ടകളുടെ ലെങ്ത്തും ബ്രെഡ്ത്തിനൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമാണ് അവരവരുടെ കൺസ്ട്രക്ഷൻസ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത് പിരമിഡ് കൺസ്ട്രക്ഷനിൽ അവരുടെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി ഈ പിരമിഡുകളുടെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ പിരമിഡുകളെല്ലാം തന്നെ നിൽക്കുന്നത് നൈലിൻ്റെ വെസ്റ്റ് ഭാഗത്താണ്. നൈൽ നദിയുടെ പടിഞ്ഞാറൻ ഭാഗത്താണ് എല്ലാ പിരമിഡുകളും സ്ഥിതി ചെയ്യുന്നത്. അതായത് സൂര്യൻ അസ്തമിക്കുന്നതിനോട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവർ ഈ പിരമിഡുകളെല്ലാം പണിതിട്ടുള്ളത് എന്നത് പിരമിഡ് കൺസ്ട്രക്ഷൻ്റെ തന്നെ ഒരു പ്രധാന സവിശേഷതയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞു സ്മോൾ ബ്ലോക്സ് ഉപയോഗിക്കുന്നതും ലാർജർ ബ്ലോക്സ് ഉപയോഗിക്കുന്നതും പിരമിഡ് കൺസ്ട്രക്ഷൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ സോളിഡ് റോക്സ് ആണ് ഇതിന് കൂടുതലായിട്ടും ഉപയോഗിക്കുക. വളരെ കട്ടിയുള്ള മഡ് ബ്രിക്കുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയും ഇവർക്കുണ്ടായിരുന്നു. പിന്നെ ടെമ്പിൾ കൺസ്ട്രക്ഷൻ, ഈ പിരമിഡ് കൺസ്ട്രക്ഷൻ പോലെ തന്നെ ടെമ്പിൾ കൺസ്ട്രക്ഷൻ ഇവർക്ക്. ടെമ്പിൾസ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞു? ആദ്യ കാലഘട്ടങ്ങളിൽ വെറും ആരാധനയുണ്ടായിരുന്നുള്ളൂ, പിന്നെയാണ് ഐഡൽ വർഷിപ്പിലോട്ടൊക്കെ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവങ്ങളെയും ദേവതകളെയും ഗോഡ് ആൻഡ് ഗോഡസസ് വർഷിപ്പ് തുടങ്ങിയപ്പോഴാണ് ഈ ടെമ്പിൾ കൺസ്ട്രക്ഷൻ ഇവർ തുടങ്ങുന്നത്. അപ്പോൾ റിലീജിയസ് ബിലീഫും റിച്വൽസും ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ടെമ്പിൾ കൺസ്ട്രക്ഷനും ഒക്കെ തുടങ്ങുന്നത്. ഇനി ഈ ടെമ്പിൾ കൺസ്ട്രക്ഷന് പ്രധാനമായിട്ടും 6 പാർട്സ് ഉണ്ട്. ഓരോ ടെമ്പിളിനും 6 പാർട്സ് ഉണ്ട്. 6 പാർട്സ് ഫോർ ഈച്ച് ടെമ്പിൾസ് ഉണ്ട്. ഏതൊക്കെയാണ് 6 പാർട്സ്? പൈലോൺ, കോർട്ട്യാർഡ്, ഹൈപ്പോസ്റ്റൈൽ ഹോള്, സെക്കൻഡ് ഹോള്, സാങ്ച്വറി ഹോള്, സീക്രട്ട് ലേക്ക്. ഏതൊക്കെയാണ്? പൈലോൺ, കോർട്ട്യാർഡ്, ഹൈപ്പോസ്റ്റൈൽ ഹോള്, സെക്കൻഡ് ഹോള്, സാങ്ച്വറി ആൻഡ് സീക്രട്ട് ലേക്ക്. സാധാരണ ഒരു അമ്പലം എടുത്ത് നോക്കിയുള്ള പോലെ തന്നെ ഒരു വരാന്ത ഉണ്ടായിരിക്കും, ഒരു മെയിൻ സെൻറ്റർ ഉണ്ടായിരിക്കും, അതിന് ചുറ്റും ഒരു കുളം ഉണ്ടായിരിക്കും,
നമ്മുടെ കുറച്ച് വലിയ അമ്പലങ്ങളൊക്കെ ഉള്ള പോലത്തെ അതേ സ്ട്രക്ചർ തന്നെയാണ് ഇവരും ഫോളോ ചെയ്യുന്നത്. ആ രീതിയിലുള്ള 6 പാർട്സുകളായിട്ട് ഇവരുടെ അമ്പലങ്ങളാണ് ഇവർ തരംതിരിക്കുന്നത്. അമ്പലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷിപ്പിംഗ് സെൻറ്റർ. ഇനി ഇവരുടെ വർഷിപ്പിംഗ് സെൻറ്ററിലെ പ്രധാനപ്പെട്ട 2 സെൻറ്റേഴ്സാണ് കർണാക് ടെമ്പിളും ലക്ഷർ ടെമ്പിളും. ഏതൊക്കെയാണ്? കർണാക് ടെമ്പിൾ ആൻഡ് ലക്ഷർ ടെമ്പിൾ. കർണാക് ടെമ്പിൾ 1550 to 323 BC-യിലാണ് പണിയുന്നത്. ലക്ഷർ ടെമ്പിൾ 1400 to 1200 BC-യിലാണ് പണിയുന്നത്. ഇനി ഈ കർണാക് ടെമ്പിൾ പണിയുന്നത് ലക്ഷറിന്റെ ഈസ്റ്റ് ബാങ്ക്, നൈലിന്റെ ഈസ്റ്റ് ബാങ്കിലായിട്ട് ലക്ഷർ എന്ന് പറഞ്ഞ സെന്ററിലാണ് പണിയുന്നത്. ലക്ഷറിൽ നൈലിന്റെ ഈസ്റ്റേൺ ബാങ്കിലായിട്ടാണ് ഈ കർണാക് ടെമ്പിൾ പണിയുന്നത്. ഇതിന് പ്രധാനമായിട്ടും 4 സെക്ഷൻസ് ഉണ്ട്. കർണാക് ടെമ്പിളിന് 4 സെക്ഷൻസ് ഉണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ രാജാക്കന്മാരുടെ കോൺട്രിബ്യൂഷൻ അനുസരിച്ച് അതിന് വന്നതാണ്. അതേസമയം ഈ ലക്ഷർ ടെമ്പിള് ഇതുപോലെ തന്നെ 14th century BC-യിലൊക്കെ എംനോടോപ്പ് 3-ാമൻ്റെ കാലഘട്ടത്തിലൊക്കെ അത് പിന്നെയും എക്സ്റ്റൻഷൻ വരുന്നുണ്ട് ലക്ഷർ ടെമ്പിളിലൊക്കെ. അപ്പോൾ ഓരോ രാജാക്കന്മാരും ഈ 2 ടെമ്പിൾസിനും അവരുടെ കാലത്ത് കോൺട്രിബ്യൂഷൻസ് നൽകുകയും എക്സ്റ്റൻഷൻ നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെമ്പിൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടെമ്പിളാണ് കർണാക് ടെമ്പിളും ലക്ഷർ ടെമ്പിളും. അപ്പോൾ ഇത്രയാണ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞു പോയത്? ഈജിപ്ഷ്യൻ ആർട്ടിൽ നമ്മൾ ക്രാഫ്റ്റ്മാൻ്റെ വർക്ക്, ഏൻഷ്യൻ്റ് ആർട്ടിൻ്റെ ഫീച്ചേഴ്സ്, ജ്വല്ലറി, പോട്ടറി മേക്കിംഗ്, സ്കൾപ്ചർ, പിന്നെ മ്യൂസിക്, ഡാൻസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ടും പിരമിഡ് കൺസ്ട്രക്ഷൻ, ടോം കൺസ്ട്രക്ഷൻ, പ്രധാനപ്പെട്ട 2 ടെമ്പിൾസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ നമുക്ക് പറഞ്ഞു പോയിട്ടുള്ളത്. ഇതുകൂടെ കഴിയുമ്പോൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ ഒരു 6 യൂണിറ്റ് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷനോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതിൻ്റെ നൈൽ നദിയുടെ തുടക്കം മുതൽക്ക് വിവിധ ഡൈനാസ്റ്റീസ് വന്നതും അവരുടെ റൂളിങ്ങും, പിന്നെ അവിടുത്തെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ, പിന്നെ അവിടുത്തെ സ്ക്രിപ്റ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ഭാഗത്തിലൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.